കൊറോണ പോസിറ്റീവ് ആണ് റിസൾട്ട് വന്നത്. അതിനുശേഷം എന്റെ ഹോസ്പിറ്റലുകാർ ഫുൾ അങ്ങ് മാറി. അവർ പറഞ്ഞു ഞങ്ങൾ ആന്റിനേറ്റൽ പോസിറ്റീവ് കേസും കൊറോണ കേസും ഞങ്ങൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഡെലിവറി ആവുമെന്ന് വിചാരിച്ച് നമ്മൾ അഡ്മിറ്റ് ആയതാണ്. സമയത്താണ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞത്. പിന്നെ ഹസ്ബൻഡ് അവിടെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്യും, വൈഫിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തുബീസ് മോം ആൻഡ് ഡാഡ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ ഞാൻ എന്റെ പ്രഗ്നൻസി എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. സബ് വീഡിയോയിലേക്ക് പോവാം. എന്റെ പ്രഗ്നൻസി പീരീഡിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അതാണ് മെറ്റർണിറ്റി പില്ലോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അഫോർഡബിൾ ആണ്. സോ വാങ്ങാൻ പറ്റുന്നവർ അത് വാങ്ങുക. വളരെ യൂസ്ഫുൾ ആണ്. നമ്മുടെ ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, ലെഗ് പെയിൻ എല്ലാത്തിനും വളരെ യൂസ്ഫുൾ ആണ്. ഇല്ലെങ്കിൽ അത് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളെപ്പോഴും ഒരു പില്ലോ സപ്പോർട്ടിന് കൊടുക്കുക ബാക്കിൽ. അത് വെച്ച് മാത്രമേ കിടക്കാവുള്ളൂ. അങ്ങനെ എന്റെ പ്രഗ്നൻസി സ്കാനിങ്ങിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് സ്കാൻ നമ്മൾ 8 വീക്സിൽ ചെയ്തു. അപ്പൊ FHR നോക്കി കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ ഒരു FHRനെ കുറിച്ച് നമുക്കൊരു ഇതുണ്ട്. 140+ ആണെങ്കിൽ ഗേൾ ആണോ, 140 ബിലോ ആണെങ്കിൽ ബോയ് ആണോ, അതിനെ കുറിച്ച് എത്രമാത്രം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. അത് ബേബിയുടെ ജെൻഡർ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എപ്പോഴും FHR ആദ്യം കൂടുതലായിരിക്കും. പിന്നെ അങ്ങോട്ട് പ്രഗ്നൻസി പ്രോഗ്രസ് ആകുമ്പോൾ FHR കുറഞ്ഞാണ് വരുന്നത്. 8 വീക്സ് സ്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബേബി നോർമൽ ആയിരുന്നു, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അടുത്ത സ്കാൻ നമ്മൾ 12th വീക്കിൽ ചെയ്യുന്നു. അതിന് പേരാണ് NT സ്കാൻ. NT സ്കാൻ ചെയ്യുന്നത് ബേബിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ്. അപ്പൊ ഇതിന് ഡൗൺ സിൻഡ്രോം ഉണ്ട് നമുക്കറിയാം. ഡബിൾ മാർക്ക്, ട്രിപ്പിൾ മാർക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യും. അങ്ങനെ എന്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കുഴപ്പമൊന്നുമില്ല, സ്മൂത്ത് ആയിട്ട് പോയി. എനിക്ക് വോമിറ്റിങ്ങോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്റെ 4th മന്ത് വന്നപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ പെട്ടെന്ന് എനിക്ക് ഭയങ്കര അബ്ഡോമൻ പെയിൻ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. സോ ഡോക്ടറെ പോയി കണ്ട സമയത്ത് എന്റെ ആദ്യത്തെ സ്കാനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൈൽഡ് പ്ലാസന്റ പെർവിയാണ്. സോ നമ്മൾ ഇങ്ങനെ സ്കാൻ റിപ്പോർട്ട് കാണുന്ന സമയത്ത് ഡോക്ടർ, എനിക്കറിയില്ല എല്ലാ ഡോക്ടർമാർ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇല്ലെങ്കിൽ നോർമലായിട്ട് നോക്കിയിട്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമേ പറയാവുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ഡോക്ടർ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാല്ലേ. ഇൻ കേസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. സോ എനിക്ക് ആദ്യം തന്നെ എനിക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായി മൈൽഡ് പ്ലാസന്റ പെർവിയാണ്. ഞാൻ അതൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, അവരും എന്നോട് പറഞ്ഞില്ല. സോ നെക്സ്റ്റ് ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ പ്ലാസന്റ ലോ ലൈൻ പ്ലാസന്റ ആണെന്ന് പറഞ്ഞത്. സോ പറ്റുമെങ്കിൽ എന്നോട് പറഞ്ഞ് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ ഓക്കെ കുറച്ച് വർക്ക്, ഒത്തിരി ഹെവി ആയിട്ടുള്ള വർക്ക് റെസ്ട്രിക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സോ പ്ലാസന്റ ഇപ്പം നിങ്ങൾ ആർക്കെങ്കിലും സ്കാനിൽ ലോ ലൈൻ പ്ലാസന്റ എന്ന് കാണുവാണെങ്കിൽ ഒത്തിരി അങ്ങനെ പേടിക്കൊന്നും വേണ്ട, പ്രശ്നമൊന്നുമില്ല. ചെറിയ ബ്ലീഡിംഗ് ഇഷ്യൂസ് എല്ലാം കാണും. അങ്ങനെ ബ്ലീഡിംഗ് പ്രോബ്ലം എന്തെങ്കിലും വരുവാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോവുക, അല്ലാതെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. സോ പ്ലാസന്റ പ്രോബ്ലം ഉള്ളവർക്ക് ബ്ലീഡിംഗ് ഇഷ്യൂസ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ എന്നോട് പറഞ്ഞു ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. സോ ഞാൻ പെട്ടെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് ഓഫീസിൽ കൊടുത്തു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ലീവായി, പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്റെ 5th മന്ത് വന്നപ്പോൾ 5th മന്ത് സ്കാൻ ചെയ്യും നമ്മൾ, അനോമലി സ്കാൻ. അത് ബേബിയുടെ ഗ്രോത്ത് എങ്ങനെയുണ്ട്. അപ്പോഴത്തേക്ക് 5th മന്ത് ആ ബേബിയുടെ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ആവും. സോ അതിന്റെ ഗ്രോത്ത് സ്കാൻ നമ്മൾ നോക്കി. അനോമലി സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബേബിയുടെ ഗ്രോത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ 19 വീക്സ് ആയി. അപ്പൊ എനിക്കൊരു പുതിയൊരു പ്രോബ്ലം വന്നു, സബ് ആമിയാറ്റിക് ഹെമറ്റോമ എന്ന് പറഞ്ഞു. അപ്പം ഇത് കണ്ടപ്പോൾ ഡോക്ടർ പെട്ടെന്ന് സബ് ആമിയാറ്റിക് ഹെമറ്റോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, ബേബിയുടെ അടുത്താണ്. സോ ഏകദേശം ബ്ലഡ് ക്ലോട്ട് വെച്ചാൽ എനിക്ക് കുറച്ച് ഹൈ ആയിരുന്നു, ഒരു ഏകദേശം 5 സെന്റിമീറ്റർ ബ്ലഡ് ക്ലോട്ട് ആയിരുന്നു. എന്നോ പറഞ്ഞു ഇപ്പം 19 വീക്സിലായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് 9th മന്തിൽ ഇങ്ങനെ ഒരു ക്ലോട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിസേറിയൻ ചെയ്ത് ബേബി എടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഹെൽപ്ലെസ് ആണ്. ഇച്ചിരൂടെ നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട സമയം വന്നു. കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക, ഒരു ജോലിയും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. സോ അന്ന് തൊട്ട് എനിക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്തു തുടങ്ങി. അതിന്റെ പേരാണ് പ്രൊലാക്റ്റിൻ ഡിപ്പോൾ. എനിക്കല്ല എത്ര പേര് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതൊരു ഓയിൽ ഇഞ്ചക്ഷൻ ആണ്, ഭയങ്കര പെയിൻ ആണത്. സോ അങ്ങനെ എന്റെ 5th മന്ത് തൊട്ട് വീക്ക്ലി ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ തുടങ്ങി. ഭയങ്കര പെയിൻ ആയിരുന്നു. പിന്നെ 10 days വൺ സ്കാൻ ചെയ്ത് തുടങ്ങി. സോ അങ്ങനെ എനിക്കൊരു 5th to 7th മന്ത് വരെ ഇതിന്റെ റെഗുലർ ആണ്. 10 days വൺ സ്കാനിങ്ങും ഈ വീക്ക്ലി വണ്ണുള്ള ഇഞ്ചക്ഷൻ ഇതന്നെ എനിക്ക് റെഗുലർ ആയി. എനിക്ക് തന്നെ പേടി വന്ന് തുടങ്ങി, നെയ്മേ കുഞ്ഞിനെ അത് എഫക്ട് ആവോ. ഭാഗ്യത്തിന് കുഞ്ഞിനെ അത് എഫക്ട് ചെയ്തില്ല. എന്നോട് പറഞ്ഞു വെച്ചുകഴിഞ്ഞെങ്കിൽ മേ ബി ഇത് മാറിപ്പോകാം. ഇൻ കേസ് ഇത് മാറിപ്പോയില്ലെങ്കിൽ പോലും ബേബി എഫക്ട് ആകാൻ നമുക്ക് നോക്കണം. സോ ഇഞ്ചക്ഷൻ എടുത്തത് പ്രഗ്നൻസി പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ഇഞ്ചക്ഷൻ എടുത്തത്. സോ അങ്ങനെ ഞാൻ വീക്കിലി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് നമുക്കിപ്പോ തന്നെ ഒരു ബ്ലഡ് നമുക്ക് ക്ലോട്ട് ആയി ഓട്ടോമാറ്റിക്കായിട്ട് ഹീലാണ്. ഈ സ്കാൻ റിപ്പോർട്ട് സബ് ആമിയാറ്റിക് ഹെമറ്റോമ കണ്ടതിന് ശേഷം ഞാൻ ഒത്തിരി യൂട്യൂബിൽ ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്ത് തുടങ്ങി, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. എല്ലാരും വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഡോക്ടേഴ്സ് ഇരുന്ന വീഡിയോ ആണ്. ആരും അവരുടെ റിയൽ ടൈം എക്സ്പീരിയൻസ് ഉള്ളവരാരും ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനത്തെ. സോ അപ്പൊ തന്നെ ഞാൻ ഓർത്തു ഓക്കെ ഇത് നമുക്ക് ഇതിങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതാണ്, നമ്മൾ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ ശേഷം ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പൊ തന്നെ ഞാൻ ഓർത്തായിരുന്നു. അങ്ങനെ എന്റെ 7 months ആയി.
എന്തോ എന്റെ ഭാഗ്യം അത് ഓട്ടോമാറ്റിക് കുറച്ച് കുറഞ്ഞു വന്ന് തുടങ്ങി. അങ്ങനെ 7th month സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്റെ പ്ലാസന്റയും മൂവ് ആയിരുന്നു, പ്രോബ്ലം ഒന്നുമില്ല. പ്ലാസന്റയും ഓക്കെ ആയിരുന്നു, ലോ ലൈനിൽ മാറിയായിരുന്നു. എന്റെ ഹെമറ്റോമം ഏകദേശം ക്യൂർ ആയി വന്നു. സോ അങ്ങനെ ആ 2 പ്രോബ്ലം മാറിയായിരുന്നു. സോ എന്റെ 7th month സ്കാനിൽ പെട്ടെന്ന് എനിക്ക് വേറൊരു പ്രോബ്ലം വന്നു. അതാണ് പോളിഹൈഡ്രോമിനസ്. പോളിഹൈഡ്രോമിനസ് വെച്ച് നമ്മുടെ ആംനിയോട്ടിക് ഫ്ലൂയിഡ്, നമുക്കറിയില്ല, കുഞ്ഞൊരു ഫ്ലൂയിഡിന്റെ അകത്താണ് കിടക്കുന്നത്. ആ ഫ്ലൂയിഡിന്റെ ലെവൽ സർട്ടൻ ലെവല് പാടുള്ളൂ. സോ 18 സെന്റിമീറ്റർ എനിക്ക് മാക്സിമം. അതിൽ കൂടിക്കഴിഞ്ഞാൽ പ്രോബ്ലമാണ്. എന്റെ ആംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവല് കൂടി. നമ്മളിപ്പോ സ്കാൻ റിപ്പോർട്ട് എപ്പോഴും കാണും, അതിനകത്ത് ചില മെൻഷൻ ചെയ്യും, അഡിക്വേറ്റ് ലിക്വിഡ് മെൻഷൻ ചെയ്താണ്, ഇല്ലെങ്കിൽ AFI എത്രയാണെന്ന് മെൻഷൻ ചെയ്ത് കേട്ടോണ്ടായിരിക്കും. സോ നമ്മൾ ഓരോതിനകത്ത് ഓരോ കൂട്ടം മെൻഷൻ ചെയ്യുന്നത്. സോ ആദ്യത്തെ എന്റെ പ്രാവശ്യം എല്ലാം ലിക്വിഡ് അഡിക്വേറ്റ് തന്നെയാണ് മെൻഷൻ ചെയ്തത്. പെട്ടെന്ന് എന്റെ 7th month സ്കാനിലാണ് ലിക്വിഡ് എക്സസ് എന്ന് വന്നത്. അപ്പൊ എനിക്ക് 19 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു ഇതുകൂട്ട് ലിക്വിഡ് കൂടുന്നത് കാരണം നമുക്ക് എന്താണ് റീസൺ എന്നറിയില്ല, ചിലപ്പോൾ ഡയബറ്റിക് ആയിരിക്കും. അങ്ങനെ ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഡയബറ്റിക് ഇല്ലായിരുന്നു. പിന്നെ ബേബിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നില്ല നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും കാണാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഡെലിവറി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അതും പറയാൻ പറ്റുള്ളൂ. സോ ആകെപ്പാടെ ഞാൻ പിന്നെ കൺഫ്യൂഷനായി. പിന്നെ ഒരു 1 week കഴിഞ്ഞ് ഞാൻ പിന്നെ സ്കാൻ ചെയ്ത് നോക്കി. അപ്പൊ എന്റെ ഫ്ലൂയിഡ് ലെവൽ വെച്ചാൽ 32, ഒത്തിരി കൂടി. എന്താ റീസൺ എന്നറിയില്ല, പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൂടി. അപ്പത്തേക്ക് എന്റെ വയറ് നല്ലോണം വലുതായി. പക്ഷെ എനിക്ക് നടക്കാൻ വയ്യ, ഭയങ്കര ശ്വാസം മുട്ടില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി എനിക്ക് തുടങ്ങിയായിരുന്നു. പിന്നെ അപ്പത്തേക്ക് അവർ പറഞ്ഞു ഫുൾ ബെഡ് റെസ്റ്റ്, ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. ഈവൻ ബാത്റൂമിൽ പോകാൻ പോലും എന്നോട് സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കോൺസ്റ്റിപ്പേഷൻ, എല്ലാവർക്കും വരുന്ന കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം എല്ലാം വന്നു. അപ്പൊ എല്ലാം ഫുൾ മെഡിസിൻ തന്നെയാണ്, സിറപ്പ് കുടിക്കുക, കോൺസ്റ്റിപ്പേഷൻ ടൈമിലുള്ള സിറപ്പ് കുടിക്കുക. ഞാൻ ഒട്ടും സ്ട്രെയിൻ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ 8th month ആയി. 8th month ആയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ പെയിൻ കൂടി വന്നു ചെറുതായിട്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഡോക്ടറെ പിന്നെയും ഞാൻ കണ്ടു. ആ സമയത്ത് എനിക്ക് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതേ കൂടെ തന്നെ ലിക്വിഡ് കൂടുതൽ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് കോൺട്രാക്ഷൻ വന്നു പറയും. ഇപ്പൊ കോൺട്രാക്ഷൻ വെച്ചാൽ നമ്മൾ വയറിങ്ങനെ ടൈറ്റ് ആയിട്ടാകും. അപ്പൊ നമുക്ക് ഒരു മൂവ്മെന്റ്സ് നമുക്ക് ബേബിനെ മനസ്സിലാവില്ല. ആക്ച്വലി നമ്മൾ ഒരു 6th month ശേഷം തന്നെ നമ്മുടെ ബേബിയുടെ മൂവ്മെന്റ്സ് നമുക്ക് നല്ലോണം മനസ്സിലായി തുടങ്ങും. അപ്പം എല്ലാരും പറയുന്നത് വെച്ച് കഴിഞ്ഞെങ്കിൽ ഒരു അവർലി വൺസ് 10 മൂവ്മെന്റ്സ് ഒക്കെ വരണമെന്നാണ് പറയുന്നത്. അതറിയില്ല, അവർലി വൺസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും കഴിച്ചതിന് ശേഷം ഒരു മോർണിംഗ് ഈവനിങ് രാത്രിയൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം ബേബിയുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യണം. സോ എന്നോട് ഡോക്ടർ പറഞ്ഞു ബേബിയുടെ മൂവ്മെന്റ്സ് എപ്പോഴും നല്ലോണം വാച്ച് ചെയ്യണം. എനിക്ക് ഓൾറെഡി ലിക്വിഡ് കൂടുതലാണ്. സോ എനിക്ക് ആ മൂവ്മെന്റ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അപ്പൊ 32 weeks എനിക്ക് ആയി. 32 weeks ആയ സമയത്ത് എനിക്ക് ഭയങ്കര ലൈറ്റായിട്ട് പെയിൻ, കോൺട്രാക്ഷൻ എല്ലാം വന്നു തുടങ്ങി. പിന്നെ എനിക്ക് പെട്ടെന്ന് ഡിസ്ചാർജ്, വെജനൽ ഡിസ്ചാർജ് കൂടി തുടങ്ങി. പിന്നെ പെട്ടെന്ന് എനിക്ക് ഒരു പറഞ്ഞു അഡ്മിറ്റ് ആകാൻ തന്നെയാണ് നല്ല, ചിലപ്പോൾ ലേബർ സ്റ്റാർട്ട് ആവും. അപ്പൊ എനിക്ക് സർവീസ് ആയിട്ട് ഡിലേറ്റ് ആകാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ എന്നോട് ഇമീഡിയറ്റ് അഡ്മിറ്റ് ആകുന്നത് നല്ലതെന്ന് പറഞ്ഞു. അപ്പം 32 weeks അല്ലേ ആയാലും. അപ്പം കുഞ്ഞിന്റെ ലങ്സ് മെച്ചൂർഡ് ആയാലെന്ന് അറിയില്ല. അപ്പം കുഞ്ഞിന്റെ ലങ്സ് മെച്ചൂരിറ്റിക്ക് വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ഇട്ടായിരുന്നു. അത് 24 hours once തന്നെ നമ്മൾ ഇടണം. ഇന്ന് എത്ര മണിക്ക് കിട്ടും അതേ നാളെ ആ ടൈമിനുള്ളിൽ തന്നെ ഇടണം. പിന്നെ കുറെ ഇഞ്ചക്ഷൻ ഇട്ടു, സസ്റ്റെയിനോ, എനിക്ക് ആ ഇഞ്ചക്ഷന്റെ പേരൊന്നും അറിയാം, കുറെ ടാബ്ലറ്റ് കഴിച്ചു. അങ്ങനെ ഞാൻ അഡ്മിറ്റ് ആയി സമയത്ത് ഞാൻ എന്റെ അച്ഛനമ്മയും മാത്രമേ പോളൂ. എന്റെ ഹസ്ബൻഡ് നാട്ടിലായിരുന്നു. ഞങ്ങൾ ഫുൾ തമിഴ്നാട് സെറ്റിലായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, പുള്ളിയും വന്നു. സോ അങ്ങനെ ഞങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ഞാൻ ഓക്കെ ചിലപ്പോ ഇതായിരിക്കും ടൈം, എന്ത് ചെയ്യാനാ 30 weeks ആണെങ്കിൽ ഫ്രീ ടൈം ആകാൻ സാധ്യത നേരത്തെ പറഞ്ഞല്ലോ. സോ ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിരുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല എങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ പോയി അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവര് കൊറോണ ടെസ്റ്റ് എടുത്തു. എന്റെ നേരെ കൊറോണ പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ എനിക്ക് സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പോസിറ്റീവ് ആയിട്ടായിരുന്നു, കൊറോണ പോസിറ്റീവ് ആണ് റിസൾട്ട് വന്നത്. അതിനുശേഷം എന്റെ ഹോസ്പിറ്റലുകാർ ഫുൾ അങ്ങ് മാറി. അവർ പറഞ്ഞു ഞങ്ങൾ ആന്റിനെറ്റൽ പോസിറ്റീവ് കേസും കൊറോണ കേസും ഞങ്ങൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ആന്റിനെറ്റൽ പ്രഗ്നൻസി പോസിറ്റീവ് കേസ് ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അഡ്മിറ്റ് ആവുന്ന ഒരു തേഴ്സ്ഡേയോ സംതിങ് ആണ്. സോ ഫ്രൈഡേ അവർ ഇതുകൊണ്ട് രാവിലെയാണ് റിസൾട്ട് വന്നത്. അതിനുശേഷം എന്റെ ഡോക്ടർ വന്നില്ല. അവർ എനിക്ക് മെസ്സേജ് ഇതുകൊണ്ട് കൊറോണ പോസിറ്റീവ് ആണ്, ഹസ്ബൻഡ് എന്നെ ഒന്ന് കാണാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇതുകൊണ്ട് പോയി കണ്ടു. അപ്പൊ എന്റെ പാരന്റ്സ് അപ്പൊ വരാൻ നിന്നാൽ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞിട്ട് കൊറോണ പോസിറ്റീവ് ആണെന്ന് വന്നു, ആരും ഇങ്ങോട്ട് വരുകയും വേണ്ട. പക്ഷെ അവർക്കും പ്രഷർ തുടങ്ങി. ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്നെല്ലാം വിളിച്ചു തുടങ്ങി, അവര് ഒരു പോസിറ്റീവ് ആയിക്കൊണ്ടെന്ന് പറഞ്ഞ് അവരെ പ്രഷർ തുടങ്ങി. ഞാൻ ആകപ്പാടെ ഭയങ്കര ഡൗൺ ആയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മള് പ്രഗ്നൻസി ആകും, നമ്മൾ ഡെലിവറി ആവും എന്ന് വിചാരിച്ച് നമ്മൾ അഡ്മിറ്റ് ആയതാണ്. ആ സമയത്താണ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞത്. പിന്നെ ഹസ്ബൻഡ് അവിടെ പോയി കണ്ടപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്യും, വൈഫിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഞാനുള്ളത് ട്രിച്ചി എന്ന സ്ഥലത്താണ്. സോ ഇവിടെ നമുക്ക് അങ്ങനെ പ്രഗ്നൻസി കോവിഡ് കേസ് എടുക്കുന്ന ഹോസ്പിറ്റൽ വളരെ കുറവായിരുന്നു. അപ്പൊ അപ്പോളോ ഫസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ അവർ ഞാൻ എടുക്കില്ല പറഞ്ഞു. പിന്നെ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അപ്പൊ കൊറോണ കേസ് ഒത്തിരി കൂടുതലായിരുന്നു, അവരും എടുക്കുമെന്ന് നമുക്ക് അറിയില്ല. പിന്നെ സുന്ദരം ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലുകാർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അപ്പൊ ഞങ്ങൾ രാവിലെ അറിഞ്ഞ് ഞാൻ
ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഈവനിങ് 6 o'clock സംതിങ് ആയി. അതുവരെ ആരും ഹോസ്പിറ്റലിൽ ആരും എന്നെ എന്റെ റൂമിലേക്ക് വന്നിട്ടില്ല. അതുവരെ സിസ്റ്റേഴ്സ് വരും, നോക്കും, കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ആരും എന്നോട് തിരിഞ്ഞു നോക്കിയിട്ട് അവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു വരാൻ തന്നെ. ഇവിടെ ഡോക്ടർ പോലും എന്നെ വന്ന് കണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഈവനിങ് ഞങ്ങൾ ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാനും എന്റെ ഹസ്ബൻഡ് മാത്രം ഞങ്ങൾ കാറിലേക്ക് പോവായിരുന്നു. പിന്നെ ആ പുതിയ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പം ജസ്റ്റ് ഞാൻ വന്നപ്പോ തന്നെ ഒരു PPE കിറ്റും ഒക്കെ എടുത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ആരും ഇല്ലായിരുന്നു. വളരെ ഡൗൺ ആയി, അപ്സെറ്റ് ആയി, ഭയങ്കര കരച്ചിൽ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി. പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ എന്നെ ഐസൊലേഷൻ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആരുമില്ല, നമുക്ക് തന്നെ റൂം തന്നെയാണ്. ഐസൊലേഷൻ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ഒരു പോയ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് പറയാനറിയില്ല. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് തന്നെ നടക്കാൻ പോലും വയ്യ. ഭയങ്കര ഒരു വലിയ വയറും കാര്യങ്ങളും. എനിക്കോ തന്നെ ബാത്റൂമിൽ പോകാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. ആ ഒരു അവസ്ഥയിലായിരുന്നു. ഒരു സപ്പോർട്ടില്ലാതെ അത്രയും നാൾ നമ്മൾ ഫുൾ ബെഡ് റെസ്റ്റും എപ്പോഴും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആകെപ്പാടെ ഒറ്റയ്ക്ക്, എനിക്ക് തന്നെ ഒരു കാര്യം ചെയ്യാൻ വയ്യ. അതിനേക്കാൾ ഞാൻ ഒത്തിരി ഡൗൺ ആയി. ഇപ്പൊ നഴ്സുമാരെല്ലാം വന്നു. അങ്ങനെ അവിടെ നിന്ന് വെച്ചാൽ രാവിലെ ഒരു പ്രാവശ്യം ഡോക്ടർ വരും, വൈകിട്ട് ഒരു പ്രാവശ്യം ഡോക്ടർ വരും. നഴ്സുമാർ ഇടയ്ക്കിടയ്ക്ക് വരും. മറ്റേ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് മാത്രം നോക്കിയിട്ട് പോവായിരുന്നു. പിന്നെ എനിക്കങ്ങനെ ഞാൻ എസിംറ്റമാറ്റിക് ആയിക്കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഫിസിക്കലി അപ്സെറ്റിനേക്കാൾ ഞാൻ മെന്റലി ഭയങ്കര വീക്കായി പോയി. ഭയങ്കര കരച്ചിലായിരുന്നു. എന്റെ BP കൂടാൻ തുടങ്ങി ചെറുതായിട്ട്. അപ്പൊ ഒരു ബേബി ഭയങ്കരമായിട്ട് എഫക്ട് ആവും. BP ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നോർമലി സെക്കൻഡ് ഹാഫ് ഓഫ് പ്രഗ്നൻസി ഇങ്ങനെ BPയും ഷുഗറും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അത്രയും നാളെ എനിക്ക് BP ഇല്ലായിരുന്നു, ഷുഗർ ഇല്ലായിരുന്നു. ഈ സമയമായപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് BP ഒക്കെ വന്നു തുടങ്ങി. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു മണി കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, ആകെ എനിക്കിപ്പോ ഡെലിവറി ആകുവാണെങ്കിൽ നിങ്ങൾ എന്റെ ഡെലിവറി അക്സെപ്റ്റ് മീൻസ് ഡെലിവറി നടത്താൻ പറ്റുമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ ഒരു മണി കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചെയ്യാം, പ്രശ്നം. പക്ഷെ എന്നെ അപ്പം ഗൈനക്കോളജിസ്റ്റ് ആരെങ്കിലും ഒന്നും നോക്കിയിട്ടില്ല. ബേബിയുടെ പൊസിഷൻ എന്താണെന്ന് അറിയില്ല. ബേബിയുടെ ഹാർട്ട് ബീറ്റ് മാത്രമേ നോക്കുന്നുള്ളായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ദിവസം ഭയങ്കര കരച്ചില്. ഞാൻ എന്ത് ചെയ്യാനാ, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരും നമ്മുടെ കൂടെ ഇല്ല. ഞാൻ പിന്നെ കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ കരഞ്ഞ് ഞാൻ തന്നെ ഞാൻ തന്നെ സ്ട്രോങ് ആയി. പിന്നെ അങ്ങനെ ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് സെക്കൻഡ് ദിവസം ഇതോട്ട് നഴ്സുമാർ ഡോക്ടർമാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഹോസ്പിറ്റലില്. പേടിക്കൊന്നും വേണ്ട, ഇൻ കേസ് നിനക്ക് അങ്ങനെ ഡെലിവറി ആവുകയാണ് നമുക്ക് നോക്കാം, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും. നമുക്കിപ്പം എന്തെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഡെലിവറി നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുഞ്ഞിന് നമ്മുടെ കയ്യിൽ തരില്ല. കുഞ്ഞിനെ തരാത്ത നമ്മുടെ വീട്ടിൽ നിന്ന് ആരും നമ്മളെ വരാൻ പറ്റത്തില്ല. ആരും കുഞ്ഞിനെ കാണാൻ പോലും പറ്റില്ല. അപ്പൊ ആ ഒരു വിഷമമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ. ഇത് കുഞ്ഞിനെ എഫക്ട് ചെയ്യുമോ, ഇല്ല കുഞ്ഞിനെ NICU ഷിഫ്റ്റ് ചെയ്യുമോ, അങ്ങനെ എല്ലാം കൂടെ എനിക്കൊരു അവസ്ഥയായിരുന്നു. പിന്നെ അടുത്ത ദിവസം ഞാൻ തന്നെ കുറച്ച് സ്ട്രോങ് ആയി. ഇപ്പൊ ആരുമില്ല നമ്മുടെ കൂടെ, നമ്മൾ സ്ട്രോങ് ആയി നിന്നേ പറ്റുള്ളൂ, കുഞ്ഞിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ 2-3 ഡേയ്സിന് ശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ വന്നു. അങ്ങനെ ക്വാറന്റൈൻ ആയിരുന്നു, 5 to 6 days ക്വാറന്റൈൻ. പിന്നെ എന്നാലും എനിക്ക് ഇഞ്ചക്ഷൻ തന്നു. എനിക്ക് ആ ഇഞ്ചക്ഷന്റെ പേരെന്താണെന്ന് അറിയില്ല. പക്ഷെ അത് ഈ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ ആയിരുന്നു. അത് ഞാൻ പക്ഷെ ആശുപത്രിയിൽ പോയി ഞാൻ എടുക്കുമായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കൊറോണ പോസിറ്റീവ് ആയിരുന്നു. എന്തോ ആ ഹോസ്പിറ്റലുകാരും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് അവർ എന്നെ അക്സെപ്റ്റ് ചെയ്ത് അവർ ഇഞ്ചക്ഷൻ എടുത്ത് തന്നു. 5 days പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു 2-3 weeks കഴിഞ്ഞു, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഞാൻ ഒത്തിരി കോൺഷ്യസ് ആയിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ പ്രീടൈം ലേബർ ഉള്ളവരോ ഇങ്ങനെ ലിക്വിഡ് കൂടുതലുള്ളവരൊക്കെ വളരെ കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ഒരു 2 hours once നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ലീക്വിഡ് ലീക്ക് ആവുന്നുണ്ടോ എന്ന്. അതാണ് മെയിൻ. ഞാൻ ഒത്തിരി എന്ന് വെച്ചെങ്കിൽ ഫുൾ ഞാൻ 2 hours അലാറം വെച്ചിങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ടോ, ലിക്വിഡ് ലീക്ക് ആവുന്ന കൂട്ട് എന്തെങ്കിലും ഉണ്ടോ. മെയിൻ തിങ് എന്നോട് അതാണ്, ലിക്വിഡ് ലീക്ക് ആവുന്ന കൂട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ തന്നെ ഒന്ന് അഡ്മിറ്റ് ആയിക്കോണം. ഇല്ലെങ്കിൽ മീൻസ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനോ ഒന്നും നോക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ വരുവാണെങ്കിൽ തന്നെ വന്ന് അഡ്മിറ്റ് ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. സോ അങ്ങനെ 8 month കഴിഞ്ഞു. ഫൈൻ, 8 month കഴിഞ്ഞു. എന്റെ ടെൻഷൻ ഏകദേശം ഒന്ന് മാറിയായിരുന്നു. നമുക്ക് പ്രീ ടൈം ആവോ എന്നുള്ള പേടിയായിരുന്നല്ലോ. അങ്ങനെ 9th month ആയി, കുഴപ്പമൊന്നുമില്ല. ഞാൻ മറ്റേ പഴയ ആശുപത്രിയിൽ പോയില്ല. എന്താ വെച്ചാൽ അവര് പറഞ്ഞു 1 month ശേഷമേ വരാവുള്ളൂ, കൊറോണ പോസിറ്റീവ് ആയിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരരുത് അവര് പറഞ്ഞു. പിന്നെ എന്റെ പുതിയ ഹോസ്പിറ്റലിൽ പോയി. അവര് വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഡോക്ടർ എന്നെ നോക്കി. അപ്പൊ കുഞ്ഞിന്റെ ഗ്രോത്ത് ഒന്നും പ്രോബ്ലം ഒന്നും ഇല്ല, എഫക്ട് ഒന്നും ആയിട്ടില്ല, പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ 30 എനിക്ക് ഡേറ്റ് പറഞ്ഞ December 3 ആയിരുന്നു. ഞാൻ ഡെലിവറി ചെയ്യുന്നത് എന്നോട് തന്നെ ചോദിച്ചു, അങ്ങനെ നമുക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല, പ്രശ്നമൊന്നുമില്ല, നീ പേടിക്കൊന്നും വേണ്ട, നമുക്ക് അങ്ങനെ സിസേറിയൻ ചെയ്യണോ ഇല്ലെങ്കിൽ നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ എന്നോട് തന്നെയാണ് ചോദിച്ചത്. മീൻസ് എന്റെ ബുദ്ധിമുട്ട് അനുസരിച്ച്. പിന്നെ എനിക്കിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് പോകുന്നവരെ പോകട്ടെ എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. അങ്ങനെ November 17th ഞാൻ തന്നെ ഡേറ്റ് പറഞ്ഞു. ബിക്കോസ് എനിക്കൊരു പേടി, കുറച്ചുകൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബേബിക്ക് പ്രോബ്ലം വരും. ഇപ്പം ആസ് ഓഫ് നോ ബേബി സേഫർ സൈഡിലായിക്കൊണ്ട് നമുക്ക് അത്രയും സേഫ് ആയിട്ടുള്ള സമയത്ത് ഡെലിവറി നടത്താൻ നല്ലതെന്ന് എനിക്ക് തോന്നി. വീട്ടിൽ ഞാൻ ചോദിച്ചു, ഇത് തന്നെ മതി. അങ്ങനെ November 16th ഞാൻ പോയി ചെക്ക് ചെയ്തു. അപ്പൊ ഡോക്ടർ ബേബിയുടെ പൊസിഷൻ നോക്കി. ഓൾറെഡി ബേബി ഫസ്റ്റിന്റെ സെഫാലിക് പൊസിഷൻ തന്നെയായിരുന്നു. നമുക്കറിയാമല്ലോ, ബേബി തല താഴെയാണ് സെഫാലിക്, തല മുകളിലാണ് ബ്രീച്ച് പൊസിഷൻ ആയിരുന്നു. സോ ബേബി ഓൾറെഡി സെഫാലിക് പൊസിഷൻ ആയിരുന്നു. പക്ഷെ ഹെഡ് ഡൗൺ ആയിട്ടില്ല, എൻഗേജ് ആയിട്ടില്ല. നമ്മൾ ഈ ഹെഡ് ഡൗൺ വരുന്നതാണ് എൻഗേജ് ആണെന്ന് പറയുന്നത്. ഞാൻ സേഫർ സൈഡിൽ തന്നെ നിന്നേക്കും, സിസേറിയൻ ചെയ്തേക്കാന്ന് പറഞ്ഞ്
നെക്സ്റ്റ് ദിവസം ഒരു 2:39 ആകുമ്പോൾ എനിക്ക് പെൺകുഞ്ഞ് ജനിച്ചു. വളരെ ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സിസേറിയൻ ആണെന്ന് ഓക്കെ, ഞാൻ നേരത്തെ അത് തന്നെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചു. സോ ഞാൻ ഓൾറെഡി സിസേറിയൻ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓക്കെ, സിസേറിയൻ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ബേബി സേഫ് ആയിട്ട് കിട്ടിയാൽ മാത്രം അത് മാത്രമേ ഉള്ളായിരുന്നു നമുക്ക്. അങ്ങനെ ബേബി 2:39 നമ്മൾ ഡെലിവറി ചെയ്തെടുത്തു. വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങള്. അപ്പോൾ എന്റെ ഹസ്ബൻഡ് ആരുമില്ല, ഞാൻ, എന്റെ അമ്മ, എന്റെ അച്ഛൻ, 3 പേര് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലില്. അപ്പം എന്താ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പേടിച്ച കൂട്ടി ബേബിക്ക് ഒരു പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഈ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിരുന്നു, പ്രീ ടൈം ആവുമെന്നുള്ള പേടി. ഈവൻ ഡോക്ടേഴ്സിന് ഇപ്പൊ എന്താ പറയാ, എന്റെ ആദ്യത്തെ ഡോക്ടർ 32 വീക്സ് ബേബി ജനിക്കുന്നു പറഞ്ഞാണ് 38 വീക്ക് ഞാൻ പുഷ് ചെയ്ത് കൊണ്ട്. ഈവൻ 38 വീക്സിൽ അതിനേക്കാൾ മുന്നിൽ പോകുമായിരുന്നു. എന്റെ പേടി കാരണമാണ് ഞാൻ പെട്ടെന്ന് സിസേറിയൻ ചെയ്യാൻ തന്നെ പറഞ്ഞത് തന്നെ. സോ ഞാൻ ഇതിനകത്ത് എന്താ പറയുക, നമ്മൾ ധൈര്യമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് ബെഡ് റെസ്റ്റ് പറയുവാണെങ്കിൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇങ്ങനെ പ്രീ ടൈം ലേബറിന് പേടിയുള്ളവരൊക്കെ അതുകൂടി സ്ട്രിക്റ്റ് എന്താ പറയുക, നല്ലോണം റെസ്റ്റ് എടുക്കുക, ഡോക്ടേഴ്സ് പറയുന്ന ഫോളോ ചെയ്യുക, പിന്നെ പോസിറ്റീവായിട്ടിരിക്കുക. ദൈവത്തിനെ കഴിഞ്ഞാണ് എല്ലാം. സോ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. 2.75 kg ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനിയും എന്റെ പോസ്റ്റ് പ്രഗ്നൻസി കാര്യങ്ങളും ഫീഡിങ്ങിനെ കുറിച്ചൊക്കെ വളരെ വലിയൊരു സ്റ്റോറിയാണ്. ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക. ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.